സർ സർ, പേടിക്കണ്ട, വണ്ടി മാത്രമേ ഉള്ളൂ. ആരാ വണ്ടി കണ്ടത്? ഇവിടെ കുളിക്കാൻ വന്ന ചില കുട്ടികളാണ് മാഡം. കുറച്ച് ദിവസമായി തോന്നുന്നു. യെസ് മാഡം, 2-3 ആഴ്ചയെങ്കിലും ആയി കാണും. എക്സ്ക്യൂസ് മീ, ഈ കുളത്തിൽ നോക്കിയോ? നോക്കി സാർ. സാർ ഭയക്കുന്ന പോലെ ഒന്നുമില്ല. മിസ്റ്റർ അനിൽകുമാർ, യെസ് മാഡം. മീഡിയം പബ്ലിസിറ്റി ഒക്കെ ആവുന്നതിന് മുമ്പ് പ്ലീസ് റാപ്പ് ഇറ്റ് അപ്പ്. മാഡം, വരുണിൻ്റെ മൊബൈലിൽ നിന്നുള്ള ലാസ്റ്റ് കോൾ ഓഗസ്റ്റ് 2-ാം തീയതി രാത്രി 7:18 9645019578 എന്ന നമ്പറിലേക്ക്. ഈ സമയത്ത് ഫോൺ ഇടുക്കിയിൽ രാജാക്കാട് ഭാഗത്തുള്ള ഒരു ടവറിൻ്റെ റേഞ്ചിലായിരുന്നു. പിന്നീട് രാത്രി 10:15 ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 9:24 വീണ്ടും തൊടുപുഴ ടൗണിൻ്റെ റേഞ്ചിൽ വന്നു. പിന്നെ അതൊടുവിൽ മുംബൈക്കടുത്ത് കോൽഹാപൂരിൽ സ്വിച്ച് ഓഫ് ആയി. മാഡം, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിന് പുറത്തേക്കുള്ള അന്വേഷണം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വരുൺ അവസാനം സംസാരിച്ച നമ്പർ ആരുടേതാണെന്ന് കണ്ടെത്തണം. യെസ് മാഡം. വരാൻ പറയൂ. മാഡം തന്ന അക്കൗണ്ട് നമ്പറിൽ നിന്നും അവസാനമായി ക്യാഷ് വിഡ്രോ ആയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ 10 മണിക്കാണ്. തൊടുപുഴയിലെ ഒരു ATM-ൽ നിന്ന്. എത്ര രൂപ എടുത്തിട്ടുണ്ട്? 20,000 രൂപ. 20,000? എന്തിനാ അവന് ഇത്രയധികം പണം? സർ, എനിക്കൊരു സംശയമുണ്ട്. 2-ാം തീയതി ഔട്ട് ഓഫ് റേഞ്ചായ മൊബൈലും 3-ാം തീയതി റേഞ്ചിൽ വന്ന മൊബൈലും രണ്ടും രണ്ടാണ്. 2 വ്യത്യസ്തമായ IMEI നമ്പറുകൾ. ഒരുപക്ഷെ പുതിയ മൊബൈൽ വാങ്ങാനായിരിക്കും പണം എടുത്തത്. ഏയ്, വരുൺ മൊബൈൽ മാറ്റിയിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പുതിയൊന്ന് വാങ്ങാൻ ഒരു വഴിയുമില്ല. ഗീത, അവർ സൺ ഈസ് ഇൻ ട്രബിൾ. സർ, എടാ മോനിച്ച, ഇതെന്താടാ ഇത്? പഞ്ചായത്തിലെ കെട്ടിടക്കരം. ഇതെന്നടക്കാനാ പറഞ്ഞേ? അത് ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞില്ലേ? അത്രയും ദിവസം ഒന്നും ആയിട്ടില്ല. ആഹാ, ഞങ്ങൾ ധ്യാനത്തിന് പോയി വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞാണോ? ഇതാണ് വരുൺ പ്രഭാകർ, IG ഗീതാ പ്രഭാകറിന്റെ മകൻ. ഈ പയ്യൻ മിസ്സിംഗ് ആണ്. ഈ മാസം 2-ാം തീയതി വരുൺ നമ്മുടെ ടൗണിലെത്തിയതായിട്ടാണ് ഫോൺ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ കാറാണ് വരുൺ ഉപയോഗിച്ചിരുന്നത്. മാരുതി സെൻ KL 7AA1734. ഈ കാറാണ് മുല്ലശ്ശേരി പഞ്ചായത്തിലുള്ള പാറമടയിൽ നിന്ന് കണ്ടെത്തിയത്. നിന്റെ കൊച്ചിന്റെ അസുഖം എങ്ങനെ ഉണ്ടാ? നല്ല കുറവുണ്ട് സാറേ. നാളെ പേര് കിട്ടും. ഭാഗ്യം. നിന്നെ ഒരു 100 രൂപ എന്നെ ഇല്ല സാർ. പിന്നെ കൊച്ചു ആശുപത്രി കിടക്കും, നിന്റെ കാശ് ഓട്ടമില്ല സാറേ. എവിടെ നോക്കിയേ? ഈ പോക്കറ്റ് നോക്ക്. എന്റെ സാറേ ആകെ ഉള്ളതാ ഇതാ. 20 രൂപയോ? പോ. ഒരു അര പാക്കറ്റ് സിഗരറ്റ്. വേണ്ട, ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് കയറിട്ടുണ്ടാ. അപ്പൊ അതിന്റെ പുറകെയാ. എന്ത് കേസ്? ഒന്നും പറയണ്ടിക്ക. ഇവിടെ അടുത്തൊരു പാറമട കുളത്തിൽ കിടന്ന് ഒരു മഞ്ഞ മാരുതി സെൻ കാറ് കിട്ടിയെന്ന്. ഏത് പാറമട? തൊടുപുഴ അപ്പുറത്താ, മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില്. അതിന് ഇവിടുത്തെ പോലീസുകാർക്ക് എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ കാറിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് അന്വേഷിക്കാൻ IG ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ്. IGക്ക് അവിടെ നിന്ന് ഓർഡർ ഇട്ടാ പോരെ? പണി കിട്ടുന്നത് നമുക്കല്ലേ. എനിക്കും മാധവൻ സാറിനാണ് അന്വേഷണ ചുമതല. പോട്ടെ എന്നാ. പതിവില്ലാതെ അതങ്ങനെ തോന്നി. സഹദേവ, നീ വെറുതെ വേണ്ടാതെ ഞാൻ കാണിക്കരുത്. ജോർജ് കുട്ടിയോട് നിനക്ക് ചൊരുക്കണമെന്ന് കരുതി
ഇങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ മാധവൻ സാറേ, ഇവൻ എന്നാ കാറും കൊണ്ട് പോകുന്നു ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മാത്രമല്ല ഇപ്പം ആ കാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവനൊന്ന് ഞെട്ടി. സാറ് ശ്രദ്ധിച്ചോ, അവൻ്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. ഇപ്പൊ എന്തായി? ഈ ജോർജ് കുട്ടിയും ഐജിയുടെ മകനും തമ്മിൽ എന്താ ബന്ധം? സർ, സഹദേവനും ജോർജ് കുട്ടിയും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒന്നുകിൽ സഹദേവന് ഈ അവസരം ഉപയോഗിച്ച് ജോർജ് കുട്ടിയുള്ള ദേഷ്യം തീർക്കാവാം, അല്ലെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണയായിരിക്കും. സഹദേവൻ അന്ന് കണ്ടത് ജോർജ് കുട്ടിയെ പോലെ മറ്റാരെങ്കിലും ആയിരിക്കും. അല്ലേലും ജോർജ് കുട്ടി ഒരു പാവ മനുഷ്യനാ സാറേ. ജോർജ് കുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സഹദേവൻ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നുകൊണ്ട്. സാർ, ദാ ഈ മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:15 ഞാൻ ഇരിട്ടിത്തറ തോമാച്ചനെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷന് പോയത്. അവിടെ വെച്ചാണ് ഞാൻ ജോർജ് കുട്ടിയെ കണ്ടത്. മക്കളിങ്ങി വാ. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടെയായിരുന്നു? തൊടുപുഴയിലൊരു ധ്യാനത്തിന് പോയിരിക്കായിരുന്നു. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വന്നത്? പിറ്റേ ദിവസം ഞായറാഴ്ച. ഏത് സമയത്ത്? വൈകിട്ട്. എവിടെയായിരുന്നു ധ്യാനം? തൊടുപുഴയിൽ. തൊടുപുഴയിൽ എവിടെ? പാറേപ്പള്ളിയിൽ. പാറേപ്പള്ളി വെച്ചായിരുന്നു ധ്യാനം. പള്ളിക്കടുത്തുള്ള ഹാളിൽ. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? അപ്പൊ പോലീസ് വരുമല്ലേ? ഉറപ്പായിട്ടും വരും. പക്ഷേ എപ്പോൾ വരും എന്ന് എനിക്കറിയില്ല. എത്രത്തോളം താമസിക്കുന്നുവോ അത്രത്തോളം നല്ലത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. തെളിവുകൾ ഉണ്ടാക്കാൻ അവർ ആവുന്നത് നോക്കും, പേടിപ്പിച്ച് നോക്കും, സ്നേഹത്തിൽ സംസാരിച്ച് നോക്കും. ചിലപ്പോൾ എന്നെ അമ്മയും തല്ലുമായിരിക്കും. പക്ഷെ തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അവർ വന്ന പോലെ മടങ്ങിപ്പോകും. അതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പറയുന്നതിൽ നിന്ന് നമ്മൾ മാറരുത്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചോട്ടെ. അച്ഛനെ അമ്മേനെ അവർ ഒരുപാട് തല്ലോ? അതോർത്ത് മോള് പേടിക്കണ്ട. മോള് കുറുമ്പ് കാണിക്കുമ്പോൾ ഞങ്ങൾ തല്ലാറില്ലേ, അതുപോലെ കരുതിയാ മതി. അച്ഛ, എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ചെല്ല. ജോർജ് കുട്ടി, ശനിയാഴ്ച നമ്മളിവിടെ ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ജോർജ് കുട്ടി ഓഫീസിലും സുലൈമാനിക്കയുടെ ഹോട്ടലിലും വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ശനിയാഴ്ച നമ്മളിവിടെ ഇല്ലായിരുന്നു എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? റാണി, അരുതാത്ത ഒന്ന് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു. നമ്മുടെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ശക്തമായി പ്രതിരോധിക്കുക, അല്ലെങ്കിൽ നിരുപാധികം കീഴടങ്ങുക. നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ തെറ്റുകാരല്ലാത്തതുകൊണ്ട് വെറുതെ അങ്ങ് കീഴടങ്ങാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു ഞാനിന്മേൽ കളിയാണ്. വിജയിക്കാൻ പരാജയപ്പെടാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോവില്ല. ജോർജ് കുട്ടിയാണെന്ന് വ്യക്തമായിട്ട് കണ്ടില്ല. എടോ, അന്ന് താനും കണ്ടെന്നല്ല താൻ എന്നോട് പറഞ്ഞത്. അല്ല, അത് പിന്നെ ജോർജ് കുട്ടിയല്ലേന്ന് സാറ് ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് നേരാ. പക്ഷെ ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. താൻ കണ്ടോ? ജോർജ് കുട്ടി ചേട്ടനാണെന്ന് ഞാനും വ്യക്തമായി കണ്ടില്ല സാർ. ഈ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കൊരു സംശയം തോന്നി, അത്രേ ഉള്ളൂ. വണ്ടി ഇതായിരുന്നു ഉറപ്പുണ്ടോ? ഇതുപോലൊരു മഞ്ഞ കാറാണ് അവിടെ കണ്ടത്. പക്ഷെ ഈ കാറാണെന്ന് എനിക്ക് ഉറപ്പില്ല. തനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടോ? താൻ എന്ത് പറയുന്നു? നമ്പറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. പക്ഷേ അന്ന് കണ്ടത് ഇതുപോലൊരു മഞ്ഞ മാരുതി സെൻ കാറാണെന്നുള്ള കാര്യം ഉറപ്പാ. മഞ്ഞ മാരുതി നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഉണ്ട് സാർ?
ദേ ഈ വഴി കുറച്ചു ദൂരം പോകുമ്പോൾ ഒരു റിട്ടയർഡ് പ്രൊഫസർ താമസിക്കുന്നുണ്ട്. അയാളുടെ കാറും ഇതുപോലൊരു മഞ്ഞ മാരുതി സെൻ കാറാണ് സാർ. ആ അത് ശരിയാ. അപ്പൊ ചിലപ്പോ നമ്മൾ അയാളുടെ കാറായിരിക്കും കണ്ടത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം.